ആ ചാനലിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പറയുന്നത് അച്യുതമേനോൻ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ ഇപ്പോഴത്തെ തലമുറയുടെ ഇടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. CPIയുടെ ഒരു മുഖ്യമന്ത്രിയായിരുന്നല്ലോ അച്യുതമേനോൻ. അതിന്റെ ചരിത്രം ഇനി പറയാം. അദ്ദേഹത്തിന്റെ സർക്കാർ കേരളത്തിൽ എന്ത് നൽകി എന്നത് സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ഓർമ്മിപ്പിക്കുക, അതാണ് ഈ കനലിന്റെ ലക്ഷ്യമെന്നാണ് CPI പറയുന്നത്. അവിടെയാണ് ഒരു ചെറിയ പന്തികേട് നമുക്ക് തോന്നുന്നത്. ചേട്ടാ, ഈ അച്യുതമേനോന്റെ നേതൃത്വത്തില് ഇവിടെ ഒരു ഗവൺമെന്റ് ഭരിച്ചതായിട്ട് പോലും ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്ന CPM സമ്മതിക്കാറില്ല. ഇനി അങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക, ഉണ്ടായിരുന്നല്ലോ, നമുക്ക് മനസ്സുകൊണ്ട് അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റത്തില്ലെങ്കിലും അങ്ങനെ ഒരു ഗവൺമെന്റ് 2 ടേം ഭരിച്ചതാ. പക്ഷെ ആ ഗവൺമെന്റ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഗവൺമെന്റ് ആയിരുന്നു എന്ന് പോലും CPM സമ്മതിക്കുന്നില്ല. അപ്പോ CPMന്റെ മുന്നണിയിൽ ഇരുന്നു കൊണ്ട് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ എതിർത്ത ഒരു ഗവൺമെന്റിന്റെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്താൻ CPI ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് വരുമ്പോ അതിനെ എങ്ങനെയായിരിക്കും CPM സ്വീകരിക്കുക എന്നുള്ളത് വളരെ കൗതുകരമായ ഒരു കാര്യമായിരിക്കും.